ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്നൊരു സ്പെഷ്യൽ ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് മോൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ സൂപ്പർ. ജ്യൂസ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്. വെള്ളത്തിന്റെ ജ്യൂസ് പിന്നെ ബത്തക്കയും ചെറുപുളിന്റെ ജ്യൂസില്ലേ, അത് രണ്ടും കൂട്ടിയൊരു ടേസ്റ്റ്. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്ന ആളെയും അതേപോലെ ജ്യൂസിൻ്റെ ടേസ്റ്റ് നോക്കി പറയുന്ന ആളെയും ആ സൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഞങ്ങൾ വീട്ടിൽ തന്നെയുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മോന് ഇപ്പോൾ ഒന്നും ഇത് കുടിച്ച് നിർത്തുന്ന പരിപാടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനത് ഗ്ലാസ് കാലിയാക്കിയിട്ടേ മതിയാക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം നമുക്കിന്നെ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവാണ്. ഈ ചുവന്ന ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ പൂക്കൾ കണ്ടതുകൊണ്ട് അതൊന്നും എടുത്ത് ഇങ്ങനെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൂവൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അപ്പം കുറേ പൂക്കളുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം എനിക്ക് കയ്യിലേക്ക് കിട്ടാവുന്നത്രയും പൂ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. വാവ്, എന്തൊരു ഭംഗിയല്ലേ ഈ ചുവന്ന പൂക്കൾ! നല്ല രസമാണ് കാണാൻ. അപ്പം ഇവിടെ വീട്ടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, മുണ്ടോള് ടെമ്പിൾ. അപ്പം അവിടെ കൂടുതലായിട്ട് പൂ പറിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ 2 ദിവസമായിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറേ പൂക്കളും മരത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് പറിച്ച് ഇങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇപ്പം ഓരോരോ എന്താണ് അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പം ക്യാമറയും ഒരേ കയ്യിൽ, മൊബൈൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ പൂവിൻ്റെ ബാക്ക് സൈഡിലുള്ള പച്ച അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ആ നടുവിലുള്ള വള്ളി പോലെ തൂങ്ങുന്ന സാധനമില്ല, അതും ഒഴിവാക്കിയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ എടുത്തു വെക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകി നമുക്കെടുക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം പോവാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെക്കണം. അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കഴുകി വെച്ച പൂവുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാ പൂക്കളും ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായിട്ടാകുമ്പം ഇതിൻ്റെ കളറൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. ഇപ്പം നമുക്ക് നോക്കാം, ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ? പൂ വാടിയിട്ട് അതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. എല്ലാം വെന്ത് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാൻ. ഇപ്പോൾ കളറ് വെള്ളത്തിലായിട്ടുണ്ട്. ഇങ്ങനെ നല്ല കളറാണ്. എല്ലാം
സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് പൂക്കളെ വേവിച്ചെടുക്കാം. ജസ്റ്റ് ഇത് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് പൂക്കൾ വെന്ത് കിട്ടും. ഇപ്പം എല്ലാം ഏകദേശമായിട്ടുണ്ട് അല്ലേ, തിളക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പൂക്കളെ ഒന്ന് ഇതുപോലെ കോരിയെടുക്കാം, കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിത് വേണ്ട അല്ലേ, പൂക്കൾ ഇപ്പോൾ വേസ്റ്റായി കഴിഞ്ഞു അല്ലേ. നല്ല കളറാണ്, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം 2 പൂക്കൾ ബാക്കിയായിട്ടുണ്ട്, അതും ഒന്ന് ഇതുപോലെ കോരിയെടുക്കാം. ഇപ്പോൾ നോക്കിക്കോളും, നല്ല കളറല്ലേ, നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാരയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വാഷാണ് അല്ലേ, ചെമ്പരത്തി പൂവിൻ്റെ സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്ല നല്ല പഞ്ചസാര മധുരം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി വേണ്ടത് ലെമണാണ്. ഞാൻ ഇവിടെ 2 ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ ഒന്ന് കട്ട് ചെയ്ത് പിഴിഞ്ഞ് വെക്കാം. കുറേ പൂക്കൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ 2 ലെമൺ എടുത്തിട്ടുള്ളത്. കുറച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 ലെമൺ മതിയാവും. ഇനി ഇതൊന്ന് ഇതിൻ്റെ വിത്ത് വരാതെ പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അല്ലേ, ഈ അരിപ്പൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വിത്ത് ചേരാത്ത പോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാരയും അതിൽ ചേർന്ന് ഇപ്പം നല്ല സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. അത് നല്ല കളറാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ജ്യൂസിൻ്റെ, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ വെറുതെ പൊട്ടായിട്ട് പോകുന്ന പൂവുണ്ട് ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതേപോലെ എല്ലാവരും ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.